يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله.
മുഹമ്മദ് ഹുസൈൻ സക്കാഫി അവർകൾ, മറ്റു ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, കൂട്ടായ്മ പ്രവർത്തകരെ, ചെമ്മനാടിൻ്റെ വലിയൊരു ആശയായിരുന്നു നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ഒരു ആംബുലൻസ് സേവനം എന്നുള്ളത്. അത് പല വേദികളിലും ചർച്ച ചെയ്തതുമാണ്. ഒരു 1.5 മാസം മുമ്പ് ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ ഒരു വ്യക്തി ഇങ്ങനെ നമുക്ക് ആംബുലൻസ് വാങ്ങിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉണർത്തിയപ്പോൾ വേറൊരാളിത് കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് നമുക്ക് സാധിക്കും, നമുക്ക് ഇങ്ങനെയുള്ളൊരു ആംബുലൻസ് സേവനം ചെമ്മനാടിന് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ആ കാര്യം ആലോചിച്ച് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 ലക്ഷം റുപ്യയായിരുന്നു അതിന് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു 12 ദിവസത്തിനകം തന്നെ ആ 8 ലക്ഷം രൂപയിലധികമാവുകയും പിന്നീടുള്ള ഈ ഒരു മാസത്തിനിടയിൽ 2 ആംബുലൻസ് വാങ്ങാൻ ഏകദേശം 15 ലക്ഷം രൂപക്ക് മുകളിൽ നമുക്ക് വിവിധ ആളുകൾ, ചെമ്മനാടിൻ്റെ ഒരു നന്മ അതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ക്ലബുകൾ എല്ലാം ഒറ്റക്കെട്ടായി ഒന്നായി ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ഈ ആംബുലൻസിന്റെ പ്രവർത്തനം നമുക്ക് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അത് ചെമ്മനാടിന്റെ മനസ്സാണത്. വലിയ കാര്യങ്ങൾക്ക്, നന്മയുള്ള കാര്യങ്ങൾക്ക്, ഇല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെമ്മനാടുകാർ ഒന്നിക്കുമെന്നുള്ളതിന്റെ വലിയൊരു തെളിവ്. അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചെയർമാന് അബ്ദുറഹീം CA ആണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും റഹീമിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിലൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മുമ്പാകെ വന്ന ഒരിതാണ് ഉസ്താദിന് മെമ്പർ അമീറിനെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ ട്രഷറർ ഖജാൻജി ഷാജഹാൻ ആലിച്ചേരിയെയും ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് സെറ്റി അഹമ്മദ് സാഹിബ്, അതുപോലെ നമ്മുടെ മുൻ ഖത്തീബ് ഹുസൈൻ സഖാഫി അവർ, ബദർ മുനീർ, അതുപോലെ അങ്ങേര് പാലത്ത് മൻസൂർ വീട്ടിലെ ഷാജ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നേരത്തെ ഇവിടെ കഴിഞ്ഞു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു, എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു നമുക്കൊരു ആംബുലൻസ് വേണമെന്നുള്ളത്. അതോടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാക്കാൻ വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ സംഘടനകൾ, വ്യക്തികൾ ഏതാണ്ട് 2 ആംബുലൻസിന് വേണ്ടിയുള്ള പണം നമ്മളെ ഏൽപ്പിച്ചിരിക്കാം. ഈ ഏൽപ്പിച്ചിരിക്കുന്ന പണം എന്നുള്ളത് അമാനത്താകും. അത് തീർച്ചയായും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് അഹമ്മദ് സാഹിബിനെ ചെയർമാൻ അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യനായ ബഹുമാന്യനായ ട്രഷറർ ഷാജഹാൻ സാഹിബ്, മറ്റു സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. വളരെ നല്ല ഒരു പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ നടത്തി വരുന്നത്. വളരെ കാലമായി നാം ആഗ്രഹിച്ച, നമുക്കറിയാം, ഓരോ ദിവസവും ഇന്ന് ഈ ആംബുലൻസിൻ്റെ സഹായം ഏറ്റവും കൂടി വരുന്നൊരു കാലഘട്ടമാണ്. അടുത്ത കാലത്തായി ഉണ്ടായ മരണങ്ങൾ, അതുപോലെ ആസ്പത്രിയിലേക്ക് രോഗശമനത്തിന് വേണ്ടി ആസ്പത്രിയിലേക്ക് രോഗികളെ ഇവിടെ ബഹുമാന്യമായ കൂട്ടായ്മ ചെയ്തതുപോലെ നമ്മുടെ നാട്, നമുക്കറിയാം, ഈ
കാലവും നിലനിർത്തിക്കൊണ്ട് നാടിൻ്റെ നമുക്കറിയാം കഷ്ടപ്പെടുന്നവരുടെ അതുപോലെ കണ്ണീരൊപ്പാൻ നമ്മൾ കൂട്ടായ്മയിലൂടെ കഴിയുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായ ഐക്യത്തോടുകൂടി ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലും എല്ലാം തന്നെ നമുക്കെല്ലാം നമ്മുടെ നാട് ഒരു മാതൃക നാടാണ് എല്ലാവർക്കും അറിയാം. ഒരു ദീർഘമായ സംസാരത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനത്തിൻ്റെ ഈ ആംബുലൻസിന് വേണ്ടി ഏതാണ്ട് 2 ആംബുലൻസിനുള്ള സഹായം ക്ലബ്ബുകളും വിവിധ സംഘടനകളും വ്യക്തികളും എല്ലാം തന്നെ സഹായിച്ച് ഇവിടെ നമുക്ക് നല്ല ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സഹായിക്കാൻ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായവും എല്ലാവരും ഉണ്ടാകും. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചേർന്ന സഭയ്ക്ക് നല്ല പ്രവൃത്തികൾക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ ആംബുലൻസിൻ്റെ ഈ താക്കോൽദാനം സസന്തോഷം സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിച്ചായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. ചെമ്മനാട് ഒരു ആംബുലൻസ് വേണ്ടി വരില്ല എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ പോകുമ്പോൾ ഇവിടെ ഒരു ആശുപത്രിക്ക് തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ ചെമ്മനാട് ഒരു ആശുപത്രി ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഏതായാലും ആംബുലൻസ് നമ്മുടെ 1ാം ഘട്ടമാണ്. ഇതിൻ്റെ 2ാം ഘട്ടമായി നമ്മുടെ നാട്ടിലൊരു ആശുപത്രി വരണം, അതിനുള്ള പരിശ്രമമാണ് ഇനി തുടങ്ങേണ്ടത് എന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ജീവകാരുണ്യ പ്രവർത്തനം. വിശുദ്ധ ഖുർആൻ നമ്മളോട് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈമാനിൻ്റെ മനുഷ്യപ്പറ്റി കാണിക്കാനാണ്. അതിൻ്റെ രംഗത്ത് നമ്മളെപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അല്ലാഹു തആല നിങ്ങളുടെ ഈ സേവന പ്രവർത്തനത്തെ പൂർണ്ണമായി കബൂലാക്കുകയും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ഇന്നത്തെ ഈ ആംബുലൻസ് ഉദ്ഘാടനം ചെയ്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റ് സുഖാൻ സാഹിബ്, പ്രാർത്ഥന നടത്തിയ ശ്രീ സക്കാഫ് ഉസ്താദ്, ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ചെമ്മനാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഇതിനു മുമ്പൊക്കെ ചികിത്സാ രംഗത്തായിരുന്നാലും മറ്റു മേഖലയിലൊക്കെ ആയിരുന്നാലും പ്രളയകാലത്തും പോലെ എല്ലാ സംഗതികളിലും ഇത്തരത്തിലുള്ള ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം ചെമ്മനാട്ടുകാർക്കുള്ളതാണ്. അതിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മ ചെമ്മനാട്, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കൂട്ടായ്മ ചെമ്മനാട് ഇന്നൊരു രജിസ്റ്റേർഡ് സംഘടനയായി ഇപ്പോൾ ഒരു ആംബുലൻസ് ഇറക്കിയിരിക്കുക. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതേപോലുള്ള ഐക്യവും സാഹോദര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ കൂട്ടായ്മ ചെമ്മനാടിന് സാധിക്കട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമാനത്തായി ഇത് കൊണ്ടു നടക്കാൻ ആ രീതിയിൽ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പടച്ചറമ്പിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അമീർ പാലോത്ത്, ഷാജഹാൻ, സീലാമിൻ സാഹിബ്, കൂട്ടായ്മയുടെ കൺവീനർ BH അബ്ദുൽ ഖാദർ അടക്കമുള്ള പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, സോഷ്യൽ മീഡിയയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെസ്സേജ്, ആംബുലൻസ് വാങ്ങിക്കൂടെ എന്നുള്ള മെസ്സേജ് ഇപ്പം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ മെസ്സേജ് വന്നതിന് ശേഷം ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ അകലം എന്നുള്ളത് ചെറിയ വന്നപ്പോൾ പലരും ഇത്ര തുക സ്വരൂപിക്കാൻ സാധിക്കുമോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ജമാഅത്തിൻ്റെ ബാനറിൽ 3 ചികിത്സാ സഹായ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ 1 കോടിയിലധികം രൂപയാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചത്. ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവുമായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടായത്. അത് തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ കാരുണ്യ പ്രവർത്തകനും കാരുണ്യ മനസ്സിൽ നിന്നുണ്ടായത് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിന്നാൽ
എന്ത് കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കൂട്ടായ്മയുടെ ആംബുലൻസ്, കൂട്ടായ്മയുടെ പ്രവർത്തനം. അത് ഇനിയും അനുസ്യൂതം തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് ഏത് കാലത്തും, പ്രളയമായി കഴിഞ്ഞാലും കോവിഡായി കഴിഞ്ഞാലും, നമ്മുടെ ചെമ്മനാട് എന്ന് പറയുന്നത് കാരുണ്യ മേഖലകളിൽ ഏറ്റവും ഉന്നതമായി നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. എന്ത് പറഞ്ഞാലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായി എടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്. മറ്റു നാടുകളിൽ നിന്ന് അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു നാട് തന്നെയാണ് നമ്മുടെ ചെമ്മനാട് എന്ന് പറയുന്നത്. ചെറിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ആംബുലൻസ് എന്നുള്ള നമ്മുടെ സ്വപ്നം പൂവണിയുകയും ഇത് ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂട്ടായ്മ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 6 മാസത്തേക്ക് ഒരു ഡ്രൈവറെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സഫറുള്ളയെ ഡ്രൈവറായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആംബുലൻസിന്റെ പ്രവർത്തനം ഏൽപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ഓഫർ ലെറ്റർ കൈമാറുന്നതിന് വേണ്ടി കൂട്ടായ്മയുടെ ചെയർമാൻ സി അബ്ദുറഹീം അവர்களെയും ഏറ്റുവാങ്ങുന്നത്. ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികള്, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ കൂട്ടായ്മയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ചെയർമാനും ജനറൽ കൺവീനറും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സഖാവി ഉസ്താദിനും ഉദ്ഘാടകനും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗം يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله.
رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.